ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നെഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. നമുക്കിന്നൊരു അടിപൊളി സ്പെഷ്യൽ ഷമാം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ? അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു വലിയ ഷമാമിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇത് നന്നായി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മൾ സ്പെഷ്യൽ ഷമാം മിൽക്ക് ഷേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടി കുറച്ച് നട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. 7 ബദാമും 7 കാഷ്നട്ടുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബദാമിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇത് കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ചെറിയ ഏലക്ക ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിത് അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഏലക്കയും കൂടി ബ്ലെൻഡ് ആയിക്കോളും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, 125 ml. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത പാലാണിത്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നില്ല, കുറച്ച് ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് ബാക്കി കൂടി ചേർത്ത് പിന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിനു മുമ്പായി നമുക്കിതിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 സ്കൂപ്പ് ഐസ്ക്രീമാണ് എടുക്കുന്നത്. വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വാനില ഫ്ലേവർ ആകുമ്പോൾ ഏത് മിൽക്ക് ഷേക്കിനും നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഐസ്ക്രീമാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീമും കൂടി ചേർത്താലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ നമ്മുടെ ഈ മിൽക്ക് ഷേക്കിന്. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യത്തെ തിക്കൊക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് പാലും കൂടി ചേർത്താൽ മതി കേട്ടോ. നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ലൂസായിട്ടുള്ളത് കുടിക്കാനാണല്ലോ ആഗ്രഹം. അപ്പം നമുക്കിനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പോൾ ഷമാമിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ ഷമാം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യണം. അതിന് വേണ്ടി ബദാം ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് കുടിക്കുമ്പോൾ ഈ ബദാമിൻ്റെ പീസ് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളിയായ ഷമാം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. പിന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്